അമ്മാമ്മയുടെ സഹോദരിയായ എം റാഹേലമ്മ ചെങ്ങന്നൂർ എന്റെ വീട്ടുപേര് കല്ലൻപറമ്പിൽ ഫിലിപ്പ് എന്ന് പറയുന്ന ആളെ വിവാഹം ചെയ്തു. അവർക്ക് ലില്ലി, സാലി, സണ്ണി, അവർക്ക് 5 മക്കൾ, 2 പെണ്ണും 3 ആണും. ആ അമ്മാമ്മ സ്കൂൾ ജീവിതം നയിച്ചു. ചെങ്ങന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സേവനം ചെയ്തു. ഈ ദൈവത്തിന്റെ വിപരീത പ്രവർത്തനങ്ങളിൽ മൂലം അമ്മാമ്മ രോഗം ബാധിച്ച് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രവേശിച്ചു. അതുപോലെ ഭർത്താവായ ഫിലിപ്പും ദൈവസന്നിധിയിൽ രോഗബാധിതനായി പ്രവേശിച്ചു. അതിന്റെ ഇളയ സഹോദരിയാണ് സാറാമ്മ. അമ്മാമ്മയ്ക്ക് 3 ആണും 2 പെണ്ണും. അതിലെ മൂത്തയാള് ജോളി കുടുംബമായിട്ട് കോട്ടയത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൺ മാത്രം. പക്ഷേ രോഗബാധിതനായി പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. 2ാമത്തെ മകൻ സണ്ണിയും കുടുംബവും USA-യിൽ താമസിക്കുന്നു. സമയങ്ങളനുസരിച്ച് നാട്ടിൽ വരികയും സന്തോഷങ്ങൾ പങ്കിടുകയും ചെയ്തു. 3ാമത്തെ മകൾ ആൻസി, അവളും കുടുംബമായിട്ട് അമേരിക്കയിൽ കഴിയുന്നു. അവളെ കല്യാണം കഴിച്ചത് വാകത്താനം വാക്കയിലാണ്. അനിയൻ കുഞ്ഞെന്ന് പറയുന്ന ആളാണ്. ഷേർലി പുത്തങ്കാവ് ഏറ്റവും ഇളയ മകൾ. പുത്തങ്കാവ് വീട്ടുപേര് കുമ്പനാട് കുടുംബത്തിൽ വിവാഹം ചെയ്തു. അവരും അമേരിക്കയിൽ കുടുംബമായി താമസിക്കുന്നു. പിന്നെ സെന്നി വിവാഹം ചെയ്തിരിക്കുന്ന എന്റെ സ്റ്റുഡന്റും കൂടിയായ ഷൈനിയാണ്. മഞ്ഞത്താനം CSI സഭയിലെ അംഗമാണ്. അവരും കുടുംബമായിട്ട്, ഷൈനിയും കുടുംബമായിട്ട് അമേരിക്കയിൽ താമസിക്കുന്നു. അവധിക്കനുസരിച്ച് ഷൈനിയുടെ അമ്മയായ അക്കമ്മ ടീച്ചർ, കൊച്ചിക്കുഴിയിലെ അക്കമ്മ ടീച്ചർ, ഞാനും അക്കമ്മയുമായിട്ട് ഏകദേശം ഉദ്ദേശ ഇയറാണ്, ഒരു 12 വർഷമെങ്കിലും ഒന്നിച്ച് താമസിച്ചു. ഒന്നിച്ച് ജോലി നെടുങ്ങാടപ്പള്ളി CMS ഹൈസ്കൂളിന്റെ UP സെക്ഷനിൽ കഴിയുന്നതിന് സാധിച്ചു. വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞത്. ആ ഒരു കാലഘട്ടത്തെ പറ്റി ഞങ്ങൾക്ക് ഇപ്പോഴും ഒന്നും ഓർക്കാൻ വയ്യ. അതുപോലുള്ള ഒരു സന്തോഷാവസരങ്ങളായിരുന്നു ഞങ്ങൾ പങ്കിട്ട്. അതിൻ്റെ ഇടയ്ക്കാണ് മകളെ കല്യാണം കഴിച്ച. മകളെ എൻ്റെ സ്റ്റുഡൻ്റാണ്. അതുപോലെ തന്നെ വീട്ടുകാരെയും നല്ലവണ്ണം പരിചയമുള്ളതാണ്. നമ്മുടെ സെന്റ് തോമസ് CMS ഇടവകയുടെ ഉപസഭയാണ് മഞ്ഞത്താനം CSI സഭ. അതുകൊണ്ട് അക്കമ്മയെ പറ്റി ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്. ഞങ്ങൾക്ക് കാര്യം തുറന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു. അതുകൂടാതെയുള്ള കൂട്ടുകാരൊക്കെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അതിലിനി ശേഷിക്കുന്ന അധികം പേരില്ല. ഞങ്ങള് നെടുങ്ങാടപ്പള്ളി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റക്കെട്ടായിട്ടൊക്കെ നിന്ന്, അന്നൊക്കെ സ്കൂളെന്നൊക്കെ പറയുന്നത് ചവിട്ടുപടി കയറി പോകണമായിരുന്നു പള്ളിമുറ്റത്തോട്ടില്ല. ഇന്നതൊക്കെ മാറി. പരിഷ്കാരങ്ങൾ വന്നതോടുകൂടി കെട്ടിടങ്ങളും മാറി. അങ്ങനെ ഒരു ഉദ്യോഗ ജീവിതം ആനന്ദപൂർണമാക്കാനായിട്ട് ദൈവം തമ്പുരാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുവദിച്ചു.
അതിലിനി ശേഷിക്കുന്ന അധികം പേരില്ല. ഇനി ഞാനും കൂടെ ജോലി ചെയ്ത 1-2 പേര് മാത്രമേ ഈ ലോകത്തിൽ ഇപ്പോൾ ഉള്ളൂ. ദൈവം എത്രത്തോളം ആയുസ്സും ആരോഗ്യവും തന്നതിന് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. താങ്ക് യു അമ്മ. താങ്ക് യു.